അവര് പ്രതീക്ഷിക്കാതെ അവര് പറയാതെ നമ്മള് ഒരു ഇതോടെ പൊട്ടിക്കാം. ഇത് ഞങ്ങൾ അടുത്തൊരു പരിപാടിക്ക് പോവാം, ക്രിസ്മസ് പരിപാടി. ഞങ്ങളുടെ പരിപാടി ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി. ഞങ്ങൾക്ക് ഫ്രണ്ടൊക്കെ വണ്ടിയുടെ ക്ലീൻ ചെയ്തു എന്ന് തോന്നുന്നു. ഐസ് വണ്ടിയുടെ പുറത്ത് കൂടെ. നാട്ടിൽ നമ്മൾ AC ഓണാക്കുന്നു, ഇവിടെ ഹീറ്റർ ഓണാക്കുന്നു. അല്ല, വൈറ്റ് അല്ല ട്രീ, ഐസാണ്. അടുത്തു കൂടെ പോയി നടന്ന് കാണാം, എന്നാലും അതിന്റെ ഭംഗി അറിയില്ല. എന്ത് രസം. ആദ്യമായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ലീവ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് ക്രിസ്മസും ന്യൂ ഇയറും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ ഒരു ഫാമിലിയിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ കുറച്ച് ഫണ്ണായിട്ടുള്ള ഗെയിംസ് ഉണ്ട്, അതുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ഫുൾ വീഡിയോ നിങ്ങൾ ആരും കാണാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ ഒരുവൻ പറഞ്ഞ നാട്ടിലെത്തി. ചുരുക്കത്തിൽ ഗ്രാമത്തിൽ. ഓ, ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. 2 മണിക്കൂർ യാത്ര ചെയ്ത്. ഇത് മുഴുവരുടെയാണോ? ആണോ? അങ്ങനെ ഞങ്ങൾ കുറേ നേരം ദൂരെ യാത്ര ചെയ്ത് അവരുടെ വീട്ടിലെത്തി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അമ്പിളിയും ഫാമിലിയും വന്നത്. അവരവരുടെ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നതാണ്. അവർ തലേദിവസം വന്ന് ഭക്ഷണമൊക്കെ റെഡി ആക്കിയിരുന്നു. രാവിലെ ആയപ്പോഴാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്ന വഴിയാണ് കേട്ടോ. അമ്പിളി കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഉണ്ടാക്കിയിട്ട് ഇത് കുറച്ചേ ഉള്ളൂ. പക്ഷെ പറഞ്ഞത് എന്നത് ശംഖുഷ്പം നേരത്തെ നമ്മുടെ വീട്ടിലുണ്ടാകും. ഒരു റെസിപ്പിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കോട്ടയം റെസിപ്പിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകത. ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്റെ കയ്യെത്താൻ കുപ്പികളിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ ചേർക്കും. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ബീഫ് പെരളനാണ്. എക്സ്ട്രാ വല്ലതും ചേർത്തിട്ടുണ്ടോ? ബിജുവോ? ബിനോയ് കോട്ടയം. തീർച്ചയായിട്ടും ഞങ്ങളെ അതിലൊക്കെ നമ്മളെ എവിടുന്ന്? നാട്ടിൽ നിന്ന്. എപ്പോ പാഴ്സൽ വന്ന? എന്നും പോയി. എന്നോട് പറയാം, നിങ്ങൾ പോയാ? ഞാൻ ക്രിസ്തുമസിന് പോയി എടുത്തു. ഓ, നിങ്ങൾ എവിടുന്ന് എടുത്തത്? അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും റെഡിയായി. എല്ലാവരും ഏകദേശം ഒരുപോലെയുള്ള ഡ്രസ്സ് തന്നെ ഇടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അടുത്ത് 3 പേര്. ഇനിയിപ്പം ഇത് നിങ്ങൾ എവിടുന്ന് മേടിച്ചത്? നല്ല ഐഡിയ ഉണ്ട് ഇത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി. അതിനുശേഷം ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് ഞങ്ങളെല്ലാവരും മേടിച്ചിരുന്നു എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗിഫ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. കേക്ക് കട്ട് ചെയ്യേണ്ടായിരുന്നു. ബിനോയുടെയും ടിൻറ്റുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവർക്ക് അവരുടെ കേക്ക് കട്ട് ചെയ്യേണ്ടത്, അതുപോലെ ക്രിസ്മസിൻ്റെ കേക്ക് കട്ട് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വാ. അംബ്ലേറ്റിന് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തോളാം, പ്രശ്നമില്ല. ഇന്ന് ഈ നമ്മുടെ ഈ വേദി ഒരുക്കി തന്ന വിനോയ്ക്കും ടിൻറ്റുവിനും നമ്മുടെ ഈ ക്രിസ്മസിന്റെയും ഈസ്റ്ററിന്റെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ന്യൂ ഇയറിന്റെയും ഹാപ്പി ന്യൂ ഇയർ ക്രിസ്മസ്. അതുപോലെ തന്നെ വേറെ ഒരു ഒറ്റ പ്രതീക്ഷിക്കാതെ അവർ പറയാതെ നമ്മള് ഒരു ഇതോടെ പൊട്ടിക്കാം. നമ്മള് അടുത്ത ആഴ്ച അവരെ വെഡിങ് ആനിവേഴ്സറിയാണ്. പിള്ളേർക്ക് ഒരു പാട്ട് പാടാം. അല്ല, ഇത് ക്യാമറയ്ക്ക് വേണ്ടി മാത്രം. കയ്യോടെ വെക്കാൻ ആ ശങ്ക ഉറച്ചിട്ട് വന്ന് അയ്യോ.
അങ്ങനെ ഞങ്ങൾ 2 കേക്കും കട്ട് ചെയ്തു. വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കും കട്ട് ചെയ്തു, അതുപോലെ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റും കേക്കും കട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ പ്രോഗ്രാം നറുക്കെടുക്കുകയായിരുന്നു, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഫാമിലിയിലെയും ചെറിയ പിള്ളേരാണ് കേട്ടോ നറുക്കെടുത്തത്. ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവര് വരുമ്പോ നിങ്ങൾ അല്ല അല്ല ഞങ്ങള് ഓക്കെ നമ്മുടെ അല്ല അല്ല ഞങ്ങള് ഓക്കെ നമ്മുടെ ഇനി നിങ്ങൾ രാജേഷ് ശമ്പളിയുടെ എല്ലാം ഉണ്ടാക്കാൻ അടി വെക്കാൻ പറ്റുമോ? വഴക്കൊരു വെക്കാന്ന് പറഞ്ഞില്ലേ? അടുത്ത ചെല്ല് എന്നെ അങ്ങോട്ട് ടിക്കറ്റാണോ ബമ്പർ അത്? അങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് കഴിഞ്ഞു, അതുപോലെ ഫണ്ണി ആയിട്ടുള്ള ഞങ്ങളുടെ ഗെയിം ടൈമും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും നിരത്തി പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. തണുപ്പായിരുന്നു, -4 ആയിരുന്നു അന്നത്തെ ടെമ്പറേച്ചർ. എന്നാലും ആരും ഫോട്ടോ എടുക്കാതിരിക്കാൻ മറന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴേ ഏകദേശം 5:30 മണിയായിരുന്നു, 5:30-6 മണി അടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ വിശന്നിരുന്നു. അവരെ തന്നെ ആദ്യം ഇരുത്തി അവരെല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. ബാക്കിയുള്ളവരുടെ എടുക്കാൻ ടൈം കിട്ടിയില്ല, എടുക്കാൻ പറ്റില്ല. എല്ലാവരും വിശന്നിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം കഴിക്കുകയായിരുന്നു ചെയ്തത്. എന്തൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ഡിഷസ് എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിരിക്കും. നമ്മുടെ ബീഫ് കറി ആയിരുന്നു, പോർക്ക് ഫ്രൈ ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധമായ കറികളുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെന്താ അനങ്ങാതിരിക്കുന്നത്? നേരത്തെ പ്രാക്ടീസ് ചെയ്യല്ലേ?
അവരുടെ കളിയുടെ കൂടി ബാക്കിയെല്ലാവരും നിന്നുപോയി. കാരണം ഡാൻസുകാരുടെ മുമ്പ് ബാക്കിയെല്ലാവരും നിന്നുപോയി. അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അതെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറേ നേരം സംസാരിച്ചു, ചായ കുടിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ ദൂരം ഉള്ളത് കൊണ്ട് തന്നെ വേഗം എല്ലാവരും റെഡിയായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായി. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ, ഷെയർ ചെയ്യുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ?